In the figure, a circle is drawn with a line as diameter and smaller circle with half the line as diameter. Prove that any chord of the larger circle through the point where the circle meet is bisected by the small circle. ചിത്രത്തിൽ ഒരു വര വ്യാസമായ ഒരു വൃത്തവും വരയുടെ പകുതി വ്യാസമായി ഒരു ചെറുവൃത്തവും വരച്ചിരിക്കുന്നു. വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിലൂടെ വലിയ വൃത്തത്തിൽ വരയ്ക്കുന്ന ഏത് ഞാണിനെയും ചെറിയ വൃത്തം സമഭാഗം ചെയ്യും എന്ന് തെളിയിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ചിത്രം വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് പറയാം. അതായത് ഇവിടെ നിങ്ങൾ ഈ പുറത്ത് കാണുന്ന ഈ പച്ച വൃത്തം കണ്ടല്ലോ, ആ വൃത്തത്തിന്റെ ഡയമീറ്റർ ആണ് ഈ കാണുന്ന ഈ നീല ലൈനിൽ കാണുന്ന ഇത്. ഓക്കെ, ദെൻ ആ ഡയമീറ്ററിന്റെ പകുതി അഥവാ വലിയ വൃത്തത്തിന്റെ റേഡിയസ് ആരം വ്യാസമാക്കിയിട്ടാണ് ഈ ബ്ലൂ കളറിൽ കാണുന്ന അല്ലെങ്കിൽ വയലറ്റ് കളറിൽ കാണുന്ന ഈ സർക്കിൾ വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് തെളിയിക്കാനുള്ളത് ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഈ ലൈന് അഥവാ ഈ സർക്കിൾ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിലേക്ക് വരക്കുന്ന ഏതൊരു ഞാണിനെയും ഈ സർക്കിൾ സമഭാഗം ചെയ്യുന്നു എന്നാണ് തെളിയിക്കേണ്ടത്. അതായത് ഈ ലെങ്തും തുല്യമാണെന്ന് തെളിയിക്കണം. ഇതാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, അപ്പൊ ഞാൻ ഈ രണ്ട് ലെങ്ത്തുകളൊന്ന് ജോയിൻ ചെയ്തിട്ട്, അതായത് ഈ സർക്കിളുകളുടെ ഈ പോയിന്റുകളൊന്ന് ജോയിൻ ചെയ്തിട്ട് ഇവിടെ രണ്ട് ത്രികോണങ്ങൾ ഫോം ചെയ്തു. ആ ത്രികോണത്തിന്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. AOD, അതേപോലെ തന്നെ ABC എന്ന് പറയുന്ന ത്രികോണങ്ങൾ. ഇനി നമുക്ക് ഈ രണ്ട് ത്രികോണങ്ങളും സിമിലർ ആണ്, അല്ലെങ്കിൽ എന്താ പറയാ, സദൃശ്യ ത്രികോണങ്ങളാണെന്ന് തെളിയിക്കണം. ഓക്കെ, ദെൻ അതിന് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ A. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ആംഗിൾ A എന്ന് പറയുന്നത് AOD എന്ന് പറയുന്ന ത്രികോണത്തിനും ABC എന്ന് പറയുന്ന ത്രികോണത്തിനും എന്താണ്, കോമൺ ആണ്. അതുകൊണ്ട് ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ A. ദെൻ അടുത്തത് അവിടെ എഴുതുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ വെച്ചിട്ടൊന്ന് പറയാം. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? അതെ, AO വ്യാസമായ അർദ്ധവൃത്തത്തിലെ കോണാണ് അല്ലെ. സെമി സർക്കിളിലെ കോണാണ്. സെമി സർക്കിളിലെ കോണ് നമുക്കറിയാം എന്താ, 90 ആണ്. അതേപോലെ ഈ ആംഗിളും 90 ആയിരിക്കും. എന്തുകൊണ്ട്? AB വ്യാസമായ അർദ്ധവൃത്തത്തിലെ കോണാണ് ആംഗിൾ C എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ട് കോണുകൾ തുല്യാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ കോണും എന്താവും, തുല്യാവും. അപ്പൊ ഈ കോണുകളും തുല്യാവും. ADO 90 ഡിഗ്രി ആംഗിൾ ഇൻ സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ AO വ്യാസമായ അർദ്ധവൃത്തത്തിലെ കോണ്. ദെൻ അടുത്തത് ACB 90 ഡിഗ്രിയാണ് ആംഗിൾ ഇൻ സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ AB വ്യാസമായ അർദ്ധവൃത്തത്തിലെ കോൺ. AOB ഈക്വൽ ടു ABC ആംഗിൾ ABC ട്ടോ. ആംഗിൾ ABC, ഇവിടെ ആംഗിളിന്റെ സിമ്പിൾ ഉണ്ട്, ആംഗിൾ ABC. In any two triangles, if two angles are equal, then the third angle is also equal. രണ്ട് ത്രികോണങ്ങളിലെ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ മൂന്നാമത്തെ കോണ് എന്തായിരിക്കും, തുല്യമായിരിക്കും. ഓക്കെ, അപ്പോ ഈ മൂന്ന് കോണുകൾ തുല്യമായത് കൊണ്ട് ഇത് 90, ഇവിടെയും 90. ദെൻ ഈ ആംഗിൾ കോമൺ ആയിരുന്നു. ദെൻ ഇവിടെ ഈ രണ്ട് ആംഗിളുകൾ തുല്യമായത് കൊണ്ട് ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും. അങ്ങനെ വെച്ചിട്ട് ഈ ത്രികോണത്തിന് നമുക്ക് സദൃശ്യ ത്രികോണം അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയാം. എന്താ പറയാ, സദൃശ്യ ത്രികോണം അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾസ്. ഈ സിമിലർ ട്രയാങ്കിൾസിന് ഒരു പ്രത്യേകത ഉണ്ട്. തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങളുടെ അംശബന്ധം തുല്യമായിരിക്കും. ഇൻ സിമിലർ ട്രയാങ്കിൾസ് ദ റേഷ്യോ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. സദൃശ്യ ത്രികോണങ്ങളിൽ തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങളുടെ അംശബന്ധം തുല്യമായിരിക്കും. അപ്പോ ഇവിടെ ഇനി നമ്മൾ അംശബന്ധം എഴുതാൻ പോവാണ്. ആദ്യം ഞാൻ എടുക്കുന്നത് ഇവിടെ അംശബന്ധം എഴുതിയിട്ടുണ്ട്. ആദ്യം ഞാൻ ഈ 90 ഡിഗ്രിയാണ് എടുത്തത് കേട്ടോ. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ചെറിയ ത്രികോണത്തിൽ വരുന്നത് ഏതാ, AO. ദെൻ 90ന് ഈക്വൽ ആയിട്ട് വരുന്നത് C ആണ്. അത് വലിയ ത്രികോണത്തിൽ വരുന്നത് AB. അപ്പൊ AO ബൈ AB. ഇനി നമുക്ക് അടുത്തത് തെളിയിക്കാനുള്ളത് ഈ ലെങ്തിനെയാണ്. നമ്മളെ ഈ കോഡ് തുല്യമായിട്ട് ഭാഗിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആംഗിൾ എടുത്തു. അപ്പൊ ഈ രണ്ട് ലൈനിട്ട ആംഗിൾ ആണ് കേട്ടോ. അതിന് ഓപ്പോസിറ്റ് വരുന്നത് AD. ഇവിടെ അതിന് ഓപ്പോസിറ്റ് വരുന്നത് AC. അപ്പൊ AO ബൈ AB ഈക്വൽ ടു AD ബൈ AC. ഇനി ഈ AOയും AB എന്താണ്, AO എന്ന് പറഞ്ഞ ചെറിയ വൃത്തത്തിന്റെ വ്യാസാണ്, AB എന്ന് പറഞ്ഞാൽ വലിയ വൃത്തത്തിന്റെ വ്യാസാണ്. ഈ ചെറിയ വൃത്തത്തിന്റെ വ്യാസവും വലിയ വൃത്തത്തിന്റെ വ്യാസവും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണെന്നറിയോ?
വലിയ വൃത്തത്തിന്റെ വ്യാസത്തിന്റെ പകുതിയാണ് ചെറിയ വൃത്തത്തിന്റെ വ്യാസം. അതായത് വലിയ വൃത്തത്തിന്റെ റേഡിയസ് ആണ് എന്ത്? ചെറിയ വൃത്തത്തിന്റെ വ്യാസം. അപ്പൊ നമുക്ക് AO നെ എന്ത് ചെയ്യാം? AO is the radius of the large circle and AB is the diameter. ഓക്കെ, അപ്പൊ AO വലിയ വൃത്തത്തിന്റെ ആരവും AB വ്യാസവുമാണ്. അപ്പൊ നമുക്ക് R, AO നെ നമുക്ക് R ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, AO R എന്ന് എടുത്തു കഴിഞ്ഞാൽ AB എന്തായിരിക്കും? 2R ആയിരിക്കും. കാരണം AB ആണ് വ്യാസം, AO വലിയ വൃത്തത്തിന്റെ ആരാണ്. അപ്പൊ R by 2R equal to AD by AC. ഇവിടുന്ന് ആറും ആറും ക്യാൻസൽ ആയി പോകും. ദെൻ 1/2 equal to AD by AC എന്ന് കിട്ടും. ഓക്കെ, ആറും ക്യാൻസൽ ആയതുകൊണ്ട് 1/2 equal to AD by AC. ഇതിനെ നമുക്കൊന്ന് ക്രോസ് ചെയ്യാം. അപ്പൊ AC equal to 2AD. അതായത് ഇടപ്പേന ACയുടെ നീളം, അതായത് ACയുടെ നീളം ADയുടെ 2 മടങ്ങാണ് എന്ന് കിട്ടി. ACയുടെ നീളം ADയുടെ 2 മടങ്ങാണ്. അതായത് AD എത്രയാണോ ആ ലെങ്ത്തും കൂടി കൂട്ടി, അതായത് DCയും അത് തന്നെ ആയിരിക്കും. ഇപ്പൊ AD X ആണെന്നുണ്ടെങ്കിൽ DC എന്തായിരിക്കും? X ആയിരിക്കും. അപ്പൊ AC 2 AD ആയില്ലേ അല്ലെ? അപ്പൊ നമുക്ക് പറഞ്ഞൂടെ സർക്കിൾ കട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് അല്ലെ? D is the midpoint of AC. D ACയുടെ മധ്യബിന്ദു ആണെന്ന് കിട്ടും. കട്ട് ചെയ്തില്ലേ തുല്യമായിട്ട്? Chord of the large circle through the point where the circle meet is bisected by the small circle. നമ്മളോട് എന്താണോ തെളിയിക്കാൻ പറഞ്ഞാൽ നമ്മൾ താഴെടുത്ത് എഴുതി. വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിലൂടെ വലിയ വൃത്തത്തിൽ വരക്കുന്ന ഏത് ഞാണിനെയും ചെറിയ വൃത്തം സമഭാഗം ചെയ്യും.